ശബരിമലയിൽ പൂജകളുടെ മറവിൽ കഴിഞ്ഞ 10 വർഷമായി വൻ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. മുൻപ് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയ വ്യവസായി സന്നിധാനത്തെത്തിച്ചിരുന്ന സൗജന്യ പൂജാ സാധനങ്ങളുടെ മറവിലാണ് കോടികളുടെ കൊള്ള നടന്നത്. അതത് കാലങ്ങളിലെ ചില അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരാണ് തട്ടിപ്പിന് പിന്നിലെന്നും കൃത്യമായ തുക കണ്ടെത്താൻ ഓഡിറ്റിംഗ് വേണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. കണ്ണൻ ദേവ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. കണ്ണൻ, പുതിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നു, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ശ്രീജ, ഓരോ തവണയും വലിയ അഴിമതി കഥകളാണ് ശബരിമലയിൽ നിന്നും പുറത്തു വരുന്നത്. ഇത്തവണ വിജിലൻസ് റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ശബരിമലയിൽ ഭക്തർ നടത്തുന്ന വഴിപാടുകളുടെ മറവിൽ വൻ കൊള്ള ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് എന്ന വിവരം പുറത്തു വരുന്നത്. ഇതിൽ വ്യവസായിയായിട്ടുള്ള സുനിൽ സ്വാമി എന്നയാൾ മാസപൂജകൾക്കും മണ്ഡലകാലത്തുമായി നൽകിയിരുന്ന 54 ലക്ഷം രൂപയുടെ പൂജാ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പിനെ കുറിച്ചാണ് ഇത്തവണ വിജിലൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഹൈക്കോടതി വിലക്കുണ്ടായിട്ടും ഇയാൾ സന്നിധാനത്ത് സാധനങ്ങൾ എത്തിക്കുകയായിരുന്നു എന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് നേരത്തെ ഇദ്ദേഹത്തെ വിലക്കിയിട്ടുള്ളതാണ്, എന്നിട്ടും ഇദ്ദേഹം സന്നിധാനത്തെ സാധനങ്ങൾ എത്തിയിരുന്നു. ഈ സാധനങ്ങൾ പക്ഷേ ദേവസ്വം സ്റ്റോറിൽ വരവ് വെക്കാതെ അഡ്മിനിസ്ട്രേറ്റീവ്മാരുടെ ഓഫീസിൽ സൂക്ഷിക്കുകയും അവിടെ നിന്നും മറ്റ് പൂജകൾക്ക് ഉപയോഗിക്കുകയുമായിരുന്നു. പ്രധാനമായും പടിപൂജ, കളഭാഭിഷേകം, ഉദയാസ്തമയ പൂജ എന്നിവയ്ക്കാണ് ഈ സൗജന്യ സാധനങ്ങൾ ഉപയോഗിച്ചത്. പക്ഷേ ഈ സാധനങ്ങൾ ഉപയോഗിച്ചെങ്കിലും ഇതൊന്നും കണക്കിൽപ്പെടാത്തത് കൊണ്ട് തന്നെ ദേവസ്വം ഫണ്ടിൽ നിന്ന് ഇതിനു വേണ്ടി പ്രത്യേകം വീണ്ടും പണം ചെലവഴിച്ചതായി കാണിച്ച് ഉദ്യോഗസ്ഥർ വ്യാജമായി തുക എഴുതിയെടുക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഏതാണ്ട് 6000 രൂപയുടെ അഷ്ടാഭിഷേക വഴിപാടിലും ഈ സൗജന്യ സാധനങ്ങൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ പണം തട്ടിയെടുത്തിട്ടുണ്ട്. മുൻപ് വിവാദമായ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്നപ്പോഴും ഇത്തരത്തിൽ കൊള്ള നടത്തിയിട്ടുണ്ട്. ഓരോ തവണയും ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിട്ടും അതുപോലെ മറ്റ് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നത്. എന്തായാലും ഇതിന്റെ കൃത്യമായ ഒരു ആഴം കണ്ടെത്താൻ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ പരിശോധന വേണമെന്ന് സ്പെഷ്യൽ കമ്മീഷണറും ഈ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീജ, ശരി. ശബരിമലയിൽ പൂജകളുടെ മറവിൽ കഴിഞ്ഞ 10 വർഷമായി വൻ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായിട്ടാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു കണ്ണൻ ദേവ്.